നമ്മുടെ രാജ്യത്തെ പ്രധാനപ്പെട്ട മെഡിക്കൽ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളായ എയിംസ്, IIT, NIT തുടങ്ങിയവ സ്വപ്നം കാണുന്ന നിരവധി വിദ്യാർത്ഥികളുണ്ട്. അത്തരത്തിൽ 10ാം ക്ലാസ് പഠിക്കുന്ന മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് +1, +2 ക്ലാസുകളോടൊപ്പം എൻട്രൻസ് പരിശീലനം നൽകുന്ന ബ്രില്യന്റിന്റെ 2 വർഷത്തെ പ്രോഗ്രാമാണ് IIT എയിംസ് 2 ഇയർ ഇന്റഗ്രേറ്റഡ് +2 പ്രോഗ്രാം. ബ്രില്യന്റ് ഒരുക്കുന്ന സ്ക്രീനിംഗ് കം സ്കോളർഷിപ്പ് ടെസ്റ്റിനെ പറ്റി ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് IIT എയിംസ് കോർഡിനേറ്ററായ ജൂനി സാറാണ്. സാർ നമസ്കാരം. നമസ്കാരം സാർ, അപ്പം എന്താണ് IIT എയിംസ് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം എന്നൊന്ന് വിശദീകരിക്കാമോ? +1, +2നൊപ്പമുള്ള 2 വർഷത്തെ എൻട്രൻസ് പരിശീലനമാണ് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം. സാധാ എൻട്രൻസ് പരിശീലനം എന്നതിനേക്കാൾ ഉപരി കുറേ ഇൻറ്റൻസീവായിട്ടാണ് ഈ പ്രോഗ്രാം നടക്കുക. ഇതിൻ്റെ ലക്ഷ്യം നാഷണൽ ലെവലിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നമ്മുടെ കുട്ടികളെ എത്തിക്കുക എന്നുള്ളതാണ്. അതിലേക്കുള്ള തീവ്ര പരിശീലന പരിപാടിയാണ് ഈ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാം. +1, +2 പഠിക്കുന്നതിൻ്റെ ഒപ്പം ഈ 2 വർഷത്തോടൊപ്പം നമ്മൾ കോച്ചിങ്ങിൽ പങ്കെടുക്കുന്നു. അതിന് 2 വർഷം കൊണ്ട് തന്നെ ഒരു 3 വർഷത്തെ എഫേർട്ട് ഈ കുട്ടികൾ എടുക്കണം. അപ്പം അങ്ങനെ 2 വർഷം കൊണ്ട് 3 വർഷത്തെ കാര്യങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ കുട്ടികളെ പ്രാപ്തരാക്കുന്ന ഒരു പ്രോഗ്രാമാണ് ഇൻ്റഗ്രേറ്റഡ് IIT എയിംസ് പ്രോഗ്രാം. പേര് പോലെ തന്നെ നമ്മുടെ ലക്ഷ്യം IITകളും എയിംസുകളുമാണ്. സർ, അതുപോലെ ഏതൊക്കെ തരത്തിലുള്ള പ്രോഗ്രാമുകളാണ് നമുക്ക് ഉള്ളത്? ഈ പ്രോഗ്രാം 3 രീതിയിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൽ ആദ്യത്തെ കാറ്റഗറി നമുക്ക് റെഗുലർ ബാച്ച് എന്ന് വിളിക്കാം. എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടാവും റെഗുലറായിട്ട്. പേര് പോലെ തന്നെ സ്കൂളിൽ കുട്ടികൾ പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ സ്കൂൾ ടൈമിന് ശേഷം ഞങ്ങളുടെ സെൻറ്ററുകൾ വന്ന് ഒരു 3 മണിക്കൂർ തൊട്ട് 4 മണിക്കൂർ വരെ എൻട്രൻസ് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്യുന്ന രീതിയാണ് റെഗുലർ ബാച്ച് എന്ന് പറയുന്നത്. ശനിയാഴ്ചകളിൽ ഫുൾ ഡേ ക്ലാസ്സുകളായിരിക്കും ഉണ്ടാവുക. അത് CBSE പഠിക്കുന്ന കുട്ടികൾക്കുണ്ട്, സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ളതുണ്ട്, ISC സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയുണ്ട്. ഈ പ്രോഗ്രാമുകൾ നടക്കുന്നത് ബ്രില്യൻറ്റിൻ്റെ സെൻറ്ററുകളിലാണ്. കേരളത്തിൽ താമരശ്ശേരി മുതൽ തിരുവനന്തപുരം വരെ ഏകദേശം 22ഓളം സ്ഥലങ്ങളിലായിട്ട് അല്ലെങ്കിൽ 22ഓളം സെൻറ്ററുകളിലായിട്ടാണ് ഈ പ്രോഗ്രാം നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. ഇവിടെയൊക്കെ സ്കൂൾ ടൈമിന് ശേഷം കുട്ടികൾ ഞങ്ങളുടെ സെൻറ്ററുകളിൽ വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞങ്ങളുടെ സെൻറ്ററുകളുടെ അടുത്തുള്ള സ്കൂളുകളുണ്ട്. ആ സ്കൂളുകളിൽ ചേർന്ന് +1, +2 പഠിക്കുന്ന കുട്ടികൾക്കാണ് സ്കൂൾ ടൈമിന് ശേഷം ഞങ്ങളുടെ അടുത്ത് ക്ലാസ്സിന് വരാൻ സാധിക്കുക. അതാണ് റെഗുലർ ബാച്ച്. രണ്ടാമത്തത് ഹൈബ്രിഡ് ബാച്ച്. കേരളത്തിൽ തിരുവനന്തപുരം, കൊല്ലം, ചങ്ങനാശ്ശേരി, എറണാകുളം, പാല, തൃശ്ശൂർ, കോഴിക്കോട് എന്നീ ഞങ്ങളുടെ സെൻറ്ററുകളിൽ 2nd, 4th സാറ്റർഡേകളിലും എല്ലാ സൺഡേകളിലും ഓണം, ക്രിസ്മസ് വെക്കേഷനുകളിലും ഞങ്ങളുടെ സെൻറ്ററുകളിൽ വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുകയും അതോടൊപ്പം മൺഡേ ടു ഫ്രൈഡേയിൽ അവർക്ക് കുറച്ച് ക്ലാസ്സുകൾ ഓൺലൈനായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ആ ബാച്ചിനെയാണ് ഹൈബ്രിഡ് ബാച്ച് എന്ന് പറയുന്നത്. ഓൺലൈൻ പ്രോഗ്രാമും ഉണ്ടാവും, ഓഫ്ലൈൻ പ്രോഗ്രാമും ഉണ്ടാവും. ഇത് രണ്ടൊരു കോമ്പിനേഷനായിട്ട് നടത്തുന്ന ബാച്ചിനെയാണ് ഹൈബ്രിഡ് ബാച്ച് എന്ന് വിളിക്കുന്നത്. അപ്പം ഞങ്ങളുടെ ഈ സെൻറ്ററുകളിൽ വരാൻ പറ്റുന്ന ഏത് കുട്ടികൾക്കും, അവർ ഏത് സ്കൂൾ വേണമെങ്കിലും പഠിച്ചോട്ടെ, ഏത് സിലബസിൽ വേണമെങ്കിലും ആയിക്കോട്ടെ, അവർക്കെല്ലാം ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ പറ്റും. മൂന്നാമത്തെ കാറ്റഗറിയാണ് ഓൺലൈൻ പ്രോഗ്രാം. 2 വർഷവും ഫുള്ളി ഓൺലൈനായിട്ട് തന്നെയാണ് ഈ പ്രോഗ്രാമുകൾ പോകുന്നത്. എല്ലാ ദിവസവും അവർക്കും ക്ലാസ് ഉണ്ടാവും. ഒരാഴ്ചയിൽ 14 മണിക്കൂർ തൊട്ട് 16 മണിക്കൂർ വരെ ക്ലാസ്സുകൾ ഇവർക്കുണ്ടാവും. ഓൺലൈൻ ലൈവ് ക്ലാസ്സുകളുണ്ടാവും, അതുപോലെ തന്നെ റെക്കോർഡ് ക്ലാസ്സുകളും ഇവർക്കുണ്ടാവും. എല്ലാ ക്ലാസ്സുകളുടെയും ലൈവ് ക്ലാസ്സും റെക്കോർഡ് ക്ലാസ്സുകളും ഉണ്ടാവും. റെക്കോർഡ് ക്ലാസ്സുകൾ എയർലൈൻ മോർണിംഗ് തൊട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ലൈവ് ക്ലാസ്സുകൾ വൈകുന്നേരങ്ങളിൽ ഇന്ത്യൻ ടൈം 7 PM to 9 PM ആയിരിക്കും നടക്കുക. കേരളത്തിൽ നിന്നല്ല,
ഇന്ത്യയിൽ നിന്നുമല്ല, ഇന്ത്യക്ക് വെളിയിലുള്ള ആർക്ക് വേണമെങ്കിലും നമ്മുടെ ഈ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാം. അതാണ് ഓൺലൈൻ പ്രോഗ്രാം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സർ, അതുപോലെ തന്നെ നമ്മൾ ഈ പ്രോഗ്രാമുകളെ കുറിച്ച് ഇപ്പോൾ സംസാരിച്ചു. ഈ പ്രോഗ്രാമിലേക്കുള്ള സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞുതരാമോ? ഇന്ത്യയിലെ മികച്ച സ്ഥാപനങ്ങളിൽ ചെല്ലണമെങ്കിൽ മിടുക്കരായ വിദ്യാർത്ഥികളെ തന്നെ നമുക്ക് വേണം. അതിന് നമ്മൾ സെലക്ഷൻ എടുക്കുന്നത് സ്ക്രീനിങ് ടെസ്റ്റ് വഴിയാണ്. പല സിലബസുകൾ നമുക്കുണ്ട്. CBSE ഉണ്ട്, സ്റ്റേറ്റ് ഉണ്ട്, ICSE ഉണ്ട്. അങ്ങനെ പല സിലബസുകൾ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ നമുക്കവരെ തിരിച്ചറിയണമെങ്കിൽ, കോമൺ ആയിട്ട് അവരെ ഒന്നിച്ച് കിട്ടണമെങ്കിൽ നമുക്ക് പറ്റുന്ന മാർഗ്ഗമെന്ന് പറയുന്നത് ഒരു സെലക്ഷൻ ടെസ്റ്റ് വഴിയാണ് എടുക്കുക. ഈ വർഷം ഒരു പരീക്ഷ സെപ്റ്റംബർ 29 നടന്നു കഴിഞ്ഞു. ഇനി വരാൻ പോകുന്നത് രണ്ടാമത്തെ സെലക്ഷൻ ടെസ്റ്റാണ്. ഡിസംബർ 4 നമ്മൾ ആ സെലക്ഷൻ ടെസ്റ്റ് നടത്തുന്നത്. ആ ടെസ്റ്റിൻ്റെ സിലബസ് വെബ്സൈറ്റിൽ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ചാണ് സെലക്ഷൻ നടക്കുക. സ്ക്രീനിങ് ടെസ്റ്റിൻ്റെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിലാണ് അഡ്മിഷൻ നടക്കുന്നത്. ഒരു പർട്ടിക്കുലർ സെൻറ്ററിലേക്ക് ഞങ്ങൾ അല്ലെങ്കിൽ ബ്രില്യൻറ്റിൽ നിന്ന് ആരെയും അലോട്ട് ചെയ്ത് വിടുന്നില്ല. റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം കുട്ടികൾക്ക് തന്നെ ഓപ്ഷൻ കൊടുക്കാം. അവർക്ക് പോകാൻ ആഗ്രഹമുള്ള സെൻറ്ററുകളിലേക്ക് അവർക്ക് അലോട്ട്മെൻറ്റ് വഴി അവർ തന്നെയാണ് സെൻറ്ററുകൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, ഞാൻ ആഗ്രഹിക്കുന്ന സെൻറ്റർ തന്നെ എനിക്ക് കിട്ടുമോ എന്നുള്ളത്. നമ്മുടെ റാങ്കാണ് മാനദണ്ഡം. നമ്മുടെ മുമ്പിലുള്ള ആൾക്കാർ ചേർന്ന് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ റാങ്ക് വരുമ്പോൾ ഏതൊക്കെ സെൻറ്ററുകളാണോ നമുക്ക് അവൈലബിൾ ഉള്ളത് ആ സെൻറ്ററുകളിലേക്കാണ് നമുക്ക് അഡ്മിഷൻ കിട്ടുക. സാർ, അതുപോലെ തന്നെ ഇനി നടക്കാൻ പോകുന്നത് രണ്ടാമത്തെ സ്ക്രീനിങ് ടെസ്റ്റാണ് അല്ലേ? അപ്പം ഇനി എത്ര സീറ്റുകളാണ് ഉള്ളത്, അതുപോലെ തന്നെ ഏതൊക്കെ സെൻറ്ററുകളിൽ നമുക്ക് വേക്കൻസി ഉണ്ട് എന്നൊന്ന് പറയാമോ? നടക്കാൻ പോകുന്നത് രണ്ടാമത്തെ സ്ക്രീനിങ് ടെസ്റ്റാണ്. രണ്ടാമത്തെ സ്ക്രീനിങ് ടെസ്റ്റിന് വേണ്ടി തന്നെ 40% സീറ്റുകൾ, ഏകദേശം 1200 സീറ്റുകളാണ് നമ്മൾ മാറ്റി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് ടെസ്റ്റ് എഴുതിയാൽ എനിക്ക് സീറ്റ് കിട്ടുമോ എന്നോർത്ത് പേടിക്കുകയൊന്നും വേണ്ട. ധാരാളം സീറ്റുകൾ എല്ലാ സെൻറ്ററുകളിലും 30% തൊട്ട് 40% വരെ സീറ്റുകൾ രണ്ടാമത്തെ ടെസ്റ്റിന് വേണ്ടി നമ്മൾ റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് ടെസ്റ്റ് എഴുതി സെലക്ഷൻ കിട്ടിയവർക്കും അവർക്ക് അവരുടെ സ്കോളർഷിപ്പ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ടെസ്റ്റ് എഴുതാം. ഇനി ആ ടെസ്റ്റ് വഴി അഡ്മിഷൻ കിട്ടി, ആ കിട്ടിയ സെൻറ്റർ എനിക്കൊന്ന് ചേഞ്ച് ചെയ്യണമെങ്കിൽ അതിനുവേണ്ടി നമുക്ക് രണ്ടാമത്തെ ടെസ്റ്റ് എഴുതാം. ഫസ്റ്റ് ടെസ്റ്റിൽ കിട്ടാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്കും എഴുതാം. ആദ്യത്തെ ടെസ്റ്റ് എഴുതാത്തവരുണ്ടെങ്കിൽ അവർക്കും. എല്ലാവർക്കും രണ്ടാമത്തെ സ്ക്രീനിങ് ടെസ്റ്റ് ഡിസംബർ 4 നടക്കുന്നത്. അതിൻ്റെ രജിസ്ട്രേഷൻ നമ്മുടെ വെബ്സൈറ്റ് വഴി ഇപ്പോൾ ഓൾറെഡി ആരംഭിച്ചു കഴിഞ്ഞു. ഡിസംബർ 4 എക്സാം. നവംബർ 29 വരെ രജിസ്റ്റർ ചെയ്യാനുള്ള അവസരമുണ്ട്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും എക്സാം സെൻ്ററുണ്ട്. അതുകൂടാതെ ദുബായിലും നമുക്ക് എക്സാം സെൻ്ററുകളുണ്ട്. നിങ്ങൾക്ക് കൺവീനിയൻ്റായ സെൻറ്ററുകൾ ചൂസ് ചെയ്ത് നിങ്ങൾക്ക് എക്സാമുകളിലേക്ക് കടന്നു വരാം. സാർ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുടെ ഒരു സംശയമായിരിക്കും, അതായത് ഈ പ്രോഗ്രാമിലൂടെ അഡ്മിഷൻ കിട്ടുന്നത് സ്കൂളുകളിലേക്കാണോ, അതുപോലെ തന്നെ ബ്രില്യൻറ്റിന് സ്കൂളുകളുണ്ടോ, അതിനെക്കുറിച്ചൊന്ന് പറയാമോ? അഡ്മിഷൻ കിട്ടുന്നത് സ്കൂളുകളിലേക്കാണോ? അല്ല, അഡ്മിഷൻ കിട്ടുന്നത് ബ്രില്യൻറ്റിൻ്റെ സെൻറ്ററുകളിലേക്കാണ്. ഞങ്ങളുടെ സെൻറ്ററുകളിലേക്കുള്ള അഡ്മിഷനാണ് ബ്രില്യൻറ്റിന് ടെസ്റ്റ് വഴി തരുന്നത്. റെഗുലർ ബാച്ച് ആണെങ്കിൽ ആ സെൻറ്ററിൻ്റെ എല്ലാം നിയർ ബൈ ആയിട്ട് സ്കൂളുകളുണ്ട്. ആ സ്കൂളുകളിലാണ് നിങ്ങൾ പഠിക്കേണ്ടി വരിക. ആ സ്കൂളുകളുടെ അഡ്മിഷൻ പ്രൊസീജിയർ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം. ചില സ്ഥലങ്ങളിൽ ഇൻ്റർവ്യൂ ആയിരിക്കും, ചില സ്ഥലങ്ങളിൽ ടെസ്റ്റ് ആയിരിക്കും, ചില സ്ഥലങ്ങളിൽ ഇൻ്റർവ്യൂവും ടെസ്റ്റും ഉണ്ടാവും. അപ്പോൾ ഏതാണോ അഡ്മിഷൻ പ്രൊസീജിയർ അത് ഓരോ സ്കൂളിലെയും എന്താണ് അഡ്മിഷൻ എന്നുള്ളത് അതാത് സെൻറ്ററിൻ്റെ അടുത്ത് കൃത്യമായിട്ട് നിങ്ങളെ ഞങ്ങൾ അറിയിക്കും. അതിനനുസരിച്ച് ആ സ്കൂളുകളുടെ അഡ്മിഷൻ പ്രൊസീജിയർ നിങ്ങൾ ഫോളോ ചെയ്ത് അവിടുത്തെ അഡ്മിഷൻ ക്ലിയർ ചെയ്താൽ മാത്രമേ ആ സ്കൂളിലെ അഡ്മിഷൻ കൺഫേം ആകുന്നുള്ളൂ. ഇപ്പം നമുക്ക് കിട്ടുന്നത് ബ്രില്യൻറ്റിലേക്ക് മാത്രമുള്ളൊരു അഡ്മിഷനാണ്. പിന്നെ ചോദിച്ചത് സ്കൂളിൽ പഠിക്കുന്നതിനോടൊപ്പം ഇത്
കുട്ടികൾക്ക് ബുദ്ധിമുട്ടാകുമോ എന്നാണ്. നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും മിടുക്കരായ വിദ്യാർത്ഥികളാണ്. സ്കൂൾ പഠിപ്പിക്കുന്നതും എൻട്രൻസ് പഠിപ്പിക്കുന്നതുമായിട്ട് ടോപ്പിക്കുകൾക്ക് അല്ലെങ്കിൽ സിലബസുകൾ വ്യത്യാസമൊന്നുമില്ല. രണ്ട് കൂട്ടരും ഫോളോ ചെയ്യുന്നത് അല്ലെങ്കിൽ സ്കൂളുകളും എൻട്രൻസും ഫോളോ ചെയ്യുന്നത് NCERT ബേസ്ഡ് തന്നെയാണ്. അല്ലെങ്കിൽ NCERT സിലബസിനെ അടിസ്ഥാനമാക്കിയാണ് സ്കൂളുകളും പോകുന്നത്. അതുപോലെ കോമ്പറ്റീറ്റീവ് എക്സാമുകളും മുമ്പോട്ട് പോകുന്നത് അതേ രീതി തന്നെയാണ്. അപ്പം ഇതിൽ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നൊരു അവസ്ഥ വരുന്നില്ല. കുട്ടികൾ അവരുടേതായ രീതിയിൽ വർക്ക് ചെയ്ത് മിടുക്കരായ കുട്ടികൾ എഫേർട്ട് എടുക്കുക എന്നത് മാത്രമേ ഉള്ളൂ അതിനകത്ത് പറയാനുള്ളൂ. ബുദ്ധിമുട്ടെന്നുള്ളൊരു വാക്കില്ല. എന്നാൽ ഈസി അല്ല, കുറച്ച് കഷ്ടപ്പെടണം. അല്ലാതെ ഒരു പെട്ടെന്ന് സിമ്പിളായ ഒരു പ്രോസസ്സാണ് എന്ന് ഇതിനെ വിചാരിക്കരുത്. 2 വർഷം നമ്മൾ നല്ലൊരു എഫർട്ട് എടുത്താൽ മാത്രമേ ഈ പറഞ്ഞ നാഷണൽ ലെവലിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നമുക്കൊരു അഡ്മിഷൻ എത്താൻ സാധിക്കൂ. നമുക്കറിയാം ഏകദേശം 15 ലക്ഷത്തോളം കുട്ടികൾ പരീക്ഷ എഴുതും, നീറ്റിനും ജെഇക്കുമൊക്കെ. അതിൽ ഒരു 16,000 വന്നാൽ മാത്രമേ IITകൾ നമുക്ക് കിട്ടുകയുള്ളൂ. എയിംസുകളിൽ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവിടെയും ടോപ്പ് റാങ്കുകളിലേക്ക് നമ്മൾ കയറി വരണം. അപ്പോൾ നമുക്കവിടെ ഒരു സിമ്പിൾ എന്നതിനെ വിളിക്കാൻ പറ്റിയല്ല. എന്നാൽ ഒരു കുട്ടിക്കും പറ്റാത്തത് എന്ന് പറയാനും സാധിക്കുകയില്ല. നമ്മുടെ കുട്ടികളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളാണ് ഈ 2 വർഷക്കാലം അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എഫേർട്ട് എടുത്തേ പറ്റൂ എന്ന് മാത്രമേ നമുക്കതിനകത്ത് പറയേണ്ടതുള്ളൂ. ബ്രില്യൻറ്റിന് സ്വന്തമായിട്ട് സ്കൂളുകൾ ഇല്ല. ഈ റെഗുലർ ബാച്ചുകളെല്ലാം നടക്കുന്നത് ഞങ്ങളുടെ സെൻറ്ററുകളിലാണ്. ആ സെൻറ്ററുകളുടെ അടുത്തുള്ള സ്കൂളുകൾ ചേർന്നാണ് കുട്ടികൾക്ക് പഠിക്കേണ്ടി വരിക. ഒരു സ്ഥലത്തും ബ്രില്യൻറ്റിന് സ്വന്തമായിട്ട് സ്കൂളുകൾ ഇല്ല. സർ, പ്രോഗ്രാം നടത്തുന്ന സെൻറ്ററുകളെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ഓക്കെ, നമ്മുടെ സെൻറ്ററുകൾ തിരുവനന്തപുരത്ത് മുക്കോലക്കലുണ്ട്, നാലാഞ്ചിറയിലുണ്ട്. കൊല്ലത്ത് വടക്കേവിളയിലാണ് നമ്മുടെ സെൻറ്റർ. കോട്ടയം ജില്ലയിലേക്ക് വന്നാൽ മാന്നാനം, ചങ്ങനാശ്ശേരി, ഏറ്റുമാനൂർ, കട്ടച്ചിറ, പാല, പള്ളിക്കത്തോട്, ഇത്രയും സ്ഥലങ്ങളിൽ നമ്മുടെ സെൻറ്ററുകളുണ്ട്. എറണാകുളം ജില്ലയിൽ കാക്കനാട്, പെരുമ്പാവൂർ, കൂത്താട്ടുകുളം എന്നീ സ്ഥലങ്ങളിലാണ്. ഇടുക്കി ജില്ലയിൽ തൊടുപുഴയിലാണ് നമ്മുടെ സെൻറ്റർ ഉള്ളത്. തൃശ്ശൂർ പാട്ടുരയ്ക്കലാണ് സെൻറ്റർ. മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിയിൽ ഈ വർഷം നമ്മൾ സെൻറ്റർ ഈ വർഷം മുതൽ നമ്മളത് ആരംഭിക്കുകയാണ്. കോഴിക്കോട് ജില്ലയിൽ ദേവഗിരിയിലും താമരശ്ശേരിയിലും നമ്മുടെ സെൻറ്ററുകളുണ്ട്. ഹൈബ്രിഡ് ബാച്ചിൻ്റെ സെൻറ്ററുകൾ തിരുവനന്തപുരം, കൊല്ലം, ചങ്ങനാശ്ശേരി, പാല, എറണാകുളം, തൃശ്ശൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിലാണ്. സാർ, അതുപോലെ തന്നെ ഈ ഒരു എക്സാമിൻ്റെ സിലബസ് എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞുതരാമോ? അതുപോലെ ഇതിൻ്റെ മാർക്കിൻ്റെ രീതികൾ എങ്ങനെയാണെന്നും ഇതിൻ്റെ സമയം, ഈ ഒരു എക്സാമിന് എത്ര സമയമാണ് ഒരു കുട്ടിക്ക് ലഭിക്കുന്നതെന്നും ഒന്ന് പറയാമോ? സ്ക്രീനിംഗ് ടെസ്റ്റിൻ്റെ സിലബസ് അത് CBSE എന്നോ ICSE എന്നോ സ്റ്റേറ്റ് സിലബസ് എന്നോ വ്യത്യസ്തമൊന്നുമല്ല. ബ്രില്യൻറ്റ് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന ഒരു സിലബസിനെ അടിസ്ഥാനമാക്കിയാണ് പരീക്ഷ നടക്കുക. 8, 9, 10 ക്ലാസ്സുകളിൽ നിങ്ങൾ പഠിച്ചിരിക്കുന്ന ഫിസിക്സും കെമിസ്ട്രി, മാത്തമാറ്റിക്സിനെയും അടിസ്ഥാനമാക്കിയാണ് ചോദ്യങ്ങൾ വരിക. 300 മാർക്കിനാണ് പരീക്ഷ നടക്കുക. 2.5 മണിക്കൂറാണ് എക്സാം എഴുതാനുള്ള സമയം. അത് കൂടാതെ ഒരു അരമണിക്കൂർ സമയം നമുക്ക് കൂൾ ഓഫ് ടൈമായിട്ടും ഉണ്ടാവും. അപ്പം മൊത്തം 3 മണിക്കൂറാണ് എക്സാം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. 2.5 മണിക്കൂർ നിങ്ങൾക്ക് എക്സാമിന് വേണ്ടിയുള്ള സമയം. ഫിസിക്സ് 25 ക്വസ്റ്റ്യൻസ്, കെമിസ്ട്രി 25 ക്വസ്റ്റ്യൻ, മാത്തമാറ്റിക്സ് 25 ക്വസ്റ്റ്യൻ. അങ്ങനെ ടോട്ടൽ 75 ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് എഴുതേണ്ടി വരിക. ക്വസ്റ്റ്യൻ്റെ രീതികളെപ്പറ്റിയും ശരി ഉത്തരത്തിന് 4 മാർക്കും തെറ്റിപ്പോയാൽ നെഗറ്റീവ് മാർക്കും ഉണ്ടാവും. അതിൻ്റെ മാർക്ക് സ്കീമിനെ പറ്റിയും ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ്റെ പാറ്റേണിനെ പറ്റിയൊക്കെയുള്ള ഇൻഫർമേഷൻസ് നിങ്ങളുടെ മോക്ക് ടെസ്റ്റ് വഴിയും അതുപോലെ സ്ക്രീനിങ് ടെസ്റ്റിൻ്റെ ഹോൾ ടിക്കറ്റ് വഴിയും നിങ്ങളുടെ അടുത്ത് ഞങ്ങൾ എത്തിക്കുന്നതാണ്. സാർ, അതുപോലെ തന്നെ ഈ ഒരു ടെസ്റ്റ് എഴുതാൻ വരുന്ന ഒരു വിദ്യാർത്ഥിക്ക് ആ കുട്ടി പഠിക്കുന്ന സിലബസിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ടോ? അതായത് ഈ ഒരു സിലബസിൽ പഠിച്ചിരിക്കണമെന്ന് അങ്ങനെ വല്ലതും നിർബന്ധമുണ്ടോ? തീർച്ചയായും അവിടെ സിലബസിനൊന്നും അല്ല പ്രാധാന്യം. കുട്ടികൾ
മിടുക്കരാണ്, അവർ പഠിക്കുന്നു എന്നുള്ളതാണ് കാര്യം. ഈ +1 +2വിനൊപ്പം 2 വർഷം ഈ കുട്ടികളെ എങ്ങനെ പഠിക്കുന്നു എന്നതാണ് കാര്യം. സിലബസിനകത്ത് യാതൊരു പ്രാധാന്യവും അവിടെയില്ല. ഇനി സിലബസ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ എൻട്രൻസ് സിലബസുകളും സ്കൂൾ സിലബസുകളും ഒരേ രീതിയിൽ തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. രണ്ട് കൂട്ടരും NCERTയെ അടിസ്ഥാനമാക്കിയാണ് നിലനിൽക്കുന്നത്. അപ്പോൾ അവിടെ ഞങ്ങളുടെ അനുഭവത്തിൽ എന്ന് പറഞ്ഞാൽ പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ ആരാണോ കൂടുതൽ പഠിക്കുന്നത് അയാൾക്ക് കൂടുതൽ റിസൾട്ട് കിട്ടുന്നു എന്നതാണ് സത്യം. നമ്മുടെ ഈ ടെസ്റ്റിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ ഇതിന് IIT എയിംസിന് ഒറ്റ റാങ്ക് ലിസ്റ്റ് ആണോ സർ, അതോ അതുപോലെ രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണോ റാങ്ക് ലിസ്റ്റ് വരുന്നത്? IIT എയിംസ് സ്ക്രീനിങ് ടെസ്റ്റിൻ്റെ റാങ്ക് ലിസ്റ്റ് കോമൺ ആണ്. അതിൽ എയിംസ് റാങ്ക് ലിസ്റ്റ് എന്നോ IIT റാങ്ക് ലിസ്റ്റ് എന്നോ വ്യത്യാസമില്ല. അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് കുട്ടികൾ സെലക്ട് ചെയ്യുന്നതിനനുസരിച്ച് IIT ആണെങ്കിൽ IIT, എയിംസ് ആണെങ്കിൽ എയിംസിന് കുട്ടികൾ സെലക്ട് ചെയ്യുന്നു എന്ന് മാത്രം. ഒറ്റ പരീക്ഷയാണ്, ഒറ്റ റാങ്ക് ലിസ്റ്റുമാണ്. സർ, അതുപോലെ തന്നെ ഇതൊരു സ്കോളർഷിപ്പ് ടെസ്റ്റ് കൂടിയാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? അതെ, ഇതൊരു സ്കോളർഷിപ്പ് ടെസ്റ്റും കൂടിയാണ്. സ്ക്രീനിങ് ടെസ്റ്റിൽ ഫസ്റ്റ് വരുന്നയാൾക്ക് 10 ലക്ഷം രൂപയാണ് സ്കോളർഷിപ്പ് പറയുക. സെക്കൻഡ് വരുന്നയാളിന് 5 ലക്ഷം, മൂന്നാമത് വരുന്നയാളിന് 4 ലക്ഷം, ഫോർത്ത് ഫിഫ്ത്ത് റാങ്ക് വരുന്നവർക്ക് 3 ലക്ഷം. അങ്ങനെ തുടങ്ങി 200 റാങ്ക് വരെ വരുന്നവർക്ക് 30% മുകളിൽ സ്കോളർഷിപ്പാണ് കിട്ടുക. അതിന് ശേഷം റാങ്ക് വരുന്ന നമ്മുടെ ഈ പ്രോഗ്രാമിൽ ചേരുന്ന എല്ലാ കുട്ടികൾക്കും മിനിമം 20% സ്കോളർഷിപ്പ് എല്ലാവർക്കും കിട്ടുന്നതാണ്. ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും 2 സ്കോളർഷിപ്പ് സ്കീമുകളാണ് പോകുന്നത്. ഫസ്റ്റ് ഇയറിലെ സ്കോളർഷിപ്പ് ടെസ്റ്റ് വഴിയാണ് നടക്കുന്നത്, സ്ക്രീനിങ് ടെസ്റ്റ് വഴി. സെക്കൻഡ് ഇയറിലേക്ക് നമ്മൾ പരിഗണിക്കുന്നത് ഫസ്റ്റ് ഇയർ ടോപ്പിക്കുകൾ തീർന്നു കഴിയുമ്പോൾ ഒരു സ്കോളർഷിപ്പ് ടെസ്റ്റും കൂടെ നടത്തും. ആ സ്കോളർഷിപ്പിനെ അടിസ്ഥാനമാക്കിയാണ് സെക്കൻഡ് ഇയറിലെ സ്കോളർഷിപ്പുകൾ പ്രൊവൈഡ് ചെയ്യുക. ഇപ്പോൾ ഫസ്റ്റ് വരുന്ന ആളിന് ഫസ്റ്റ് ഇയറിൽ 6 ലക്ഷമാണ് കിട്ടുക. സെക്കൻഡ് ഇയറിൽ നമ്മൾ കൊടുക്കുന്നത് 4 ലക്ഷമാണ്. ഫസ്റ്റ് ഇയറിലും സെക്കൻഡ് ഇയറിലും ഒരാൾ തന്നെ ഫസ്റ്റ് പൊസിഷനിൽ വന്നാലാണ് അദ്ദേഹത്തിന് 10 ലക്ഷം രൂപ കിട്ടുക. ഫസ്റ്റ് ഇയറിൽ ഒരാൾ, സെക്കൻഡ് ഇയറിൽ വേറൊരാളാണ് സ്കോളർഷിപ്പ് നേടുന്നതെങ്കിൽ ആദ്യത്തെ ആളിന്, ഫസ്റ്റ് ഇയറിൽ മേടിക്കുന്ന ആളിന് 6 ലക്ഷവും രണ്ടാമത് വരുന്ന ആളിന് അല്ലെങ്കിൽ സെക്കൻഡ് ഇയറിൽ നേടുന്ന ആളിന് 4 ലക്ഷമായിരിക്കും പ്രൈസ് കിട്ടുക. സർ, അതുപോലെ ഈ പ്രോഗ്രാമിൽ ചേരുന്ന കുട്ടികൾക്ക് തുടർ പഠനത്തിന് ഉയർന്ന നിലവാരമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ലഭിക്കുന്നുണ്ടല്ലോ, അതിൻ്റെ ഒരു രഹസ്യം നമ്മുടെ പ്രേക്ഷകരുമായിട്ടൊന്ന് പങ്കുവയ്ക്കാമോ? ശരിയാണ്, ഈ പ്രോഗ്രാമിൽ ചേരുന്ന കുട്ടികൾക്ക് ഉന്നത സ്ഥാപനങ്ങളിലേക്കുള്ള പ്രവേശനം ലഭിക്കുന്നുണ്ട്. സത്യത്തിൽ അത് രഹസ്യമൊന്നുമില്ല. മിടുക്കരായ കുട്ടികൾ നല്ല രീതിയിൽ പഠിക്കുന്നു, അവർക്ക് പഠിക്കാനുള്ള സാഹചര്യം ബ്രില്യൻ്റ് ഒരുക്കി കൊടുക്കുന്നു എന്ന് മാത്രം. അപ്പം ഈ വർഷത്തെ JEE അഡ്വാൻസ് എടുത്തു നോക്കിയാൽ 1000-നുള്ളിൽ റാങ്ക് മേടിച്ച 11 പേരിൽ 9 പേരും ബ്രില്യൻ്റ് സ്റ്റഡി സെൻറ്ററിലെ വിദ്യാർത്ഥികളാണ്. ഈ വർഷത്തെ JEE മെയിൻ നോക്കുവാണെങ്കിലും JEE മെയിന് 1000-നുള്ളിൽ കേരളത്തിൽ നിന്നുള്ളത് 16 കുട്ടികളാണ്. ഈ 16 പേരും ബ്രില്യൻ്റ് സ്റ്റഡി സെൻറ്ററിലെ വിദ്യാർത്ഥികളാണ്. അതിൽ 14 പേരും ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകളിൽ പഠിച്ച കുട്ടികളാണ്. ഈ വർഷത്തെ നീറ്റിലേക്ക് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ കേരള റാങ്ക് 10-നുള്ളിൽ 8 പേര് ബ്രില്യൻ്റിലെ വിദ്യാർത്ഥികളാണ്. അതിൽ 5 പേരും ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുകളിൽ പഠിച്ച മിടുക്കരാണ്. ഇതെല്ലാം വഴി ചൂണ്ടുന്നത് ബ്രില്യൻറ്റിൻ്റെ കഴിവെന്നുള്ളതല്ല. മിടുക്കരായ കുട്ടികൾ ഈ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കുന്നത് കൊണ്ട് മിടുക്കരോട് അവർക്ക് മത്സരിക്കാൻ പറ്റുന്നു, അതുവഴി അവർ മിടുക്കരായി തീരുന്നു എന്നുള്ളതാണ് അതിൻ്റെ സത്യം. അല്ലാതെ മറ്റ് രഹസ്യങ്ങളൊന്നും അതിനില്ല. സാർ, അതുപോലെ തന്നെ സാറ് പറഞ്ഞിരുന്നു നമ്മുടെ ബ്രില്യൻറ്റിന് 22ഓളം സെൻറ്ററുകളിലുണ്ട്. അപ്പം അവിടെയെല്ലാം ക്ലാസ്സുകൾ പോകുന്ന ഒരുപോലെയാണോ? ഇവിടുത്തെ പ്രൊഫസേഴ്സ് തന്നെയാണോ ആ സെൻറ്ററുകളിലെയും ക്ലാസ് എടുക്കുന്ന ടീച്ചേഴ്സ്? അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തരാമോ? സാധാരണ എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, ബ്രില്യൻറ്റിൻ്റെ എല്ലാ സെൻറ്ററുകളും ഒരുപോലെയാണോ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നതെന്ന്. ഒരുപോലെയാണ് ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. എല്ലാ സെൻറ്ററിലേക്കും ഈക്വൽ ക്വാളിറ്റിയുള്ള അല്ലെങ്കിൽ ഒരേ റേഞ്ചുള്ള അധ്യാപകരാണ് ഓരോ ടോപ്പിക്കും എടുക്കാനായിട്ട് പോവുക.
സ്കൂളിൽ പഠിച്ചതുപോലെ അല്ലെങ്കിൽ സ്കൂളുകളിൽ എടുക്കുന്നത് പോലെ ഈ 2 വർഷക്കാലവും ഒരു സെൻറ്ററിൽ ഒരു സാറല്ല ഫിസിക്സ് മുഴുവൻ പഠിപ്പിക്കുക, കെമിസ്ട്രി മുഴുവൻ പഠിപ്പിക്കുക. ഓരോ ടോപ്പിക്കുകൾ മാത്രമേ അവരെടുക്കുന്നുള്ളൂ. ഈക്വൽ ക്വാളിറ്റിയുള്ള ടീച്ചേഴ്സ് എല്ലാ ഒരു ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സാണ്. അവരെ ഞങ്ങൾ ഓരോ സെൻറ്ററിലോട്ടും റൊട്ടേറ്റ് ചെയ്ത് വിടുന്നു, അല്ലെങ്കിൽ മാറ്റി മാറ്റി വിടുന്നു എന്നുള്ളതാണ് സത്യം. ഇന്ന് തിരുവനന്തപുരത്തെ ക്ലാസ് എടുക്കുന്ന ഫിസിക്സിൻ്റെ സാറ് ആ എടുക്കുന്ന ചാപ്റ്റർ തീർന്നു കഴിയുമ്പോൾ അദ്ദേഹം ചിലപ്പോൾ എറണാകുളത്തേക്കായിരിക്കും മാറുക, അല്ലെങ്കിൽ അദ്ദേഹം കോഴിക്കോടേക്കായിരിക്കും. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സിനെ റൊട്ടേറ്റ് ചെയ്താണ് ഈ ക്ലാസ്സുകൾ നടത്തുന്നത്. പരീക്ഷകൾ, ഓരോ സിംഗിൾ ചാപ്റ്ററിൻ്റെ പരീക്ഷകൾ പോലും എല്ലാ സെൻറ്ററിലും ഒന്നിച്ചാണ് നടത്തുക. യാതൊരു വ്യത്യാസവും അവിടെയില്ല. റെഗുലർ ബാച്ചുകൾക്കെല്ലാം ഒന്നിച്ചായിരിക്കും പരീക്ഷ നടത്തുക, ഹൈബ്രിഡ് ബാച്ചുകൾക്കെല്ലാം ഒന്നിച്ചാണ് പരീക്ഷകൾ നടക്കുക. മോഡലുകളൊക്കെ വരുമ്പോൾ എല്ലാ സെൻറ്ററുകളെയും എല്ലാ പ്രോഗ്രാമുകളെയും ഒന്നിച്ചായിരിക്കും മോഡലുകൾ നടത്തുക. ഞങ്ങളെ സംബന്ധിച്ച് ഒരു സെൻറ്ററിനും യാതൊരു വ്യത്യാസവും ഞങ്ങൾക്ക് പറയാനില്ല. എല്ലാ സ്ഥലങ്ങളിലും ഒരേപോലെയാണ് പോകുന്നത്. സാർ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അപ്പം അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക സഹായം നമ്മൾ, അതായത് ബ്രില്യൻറ്റ്, നൽകുന്നുണ്ടോ? അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? ഉണ്ട്. ഈ സ്കോളർഷിപ്പുകൾ കൂടാതെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് അർഹമായ സാമ്പത്തിക പിന്തുണ ഞങ്ങൾ നൽകുന്നുണ്ട്. അതാത് സെൻറ്ററിലെ സെൻറ്റർ ഇൻചാർജുമാർ വഴിയും കോർഡിനേറ്റർമാർ വഴിയും ഞങ്ങളുടെ അടുത്ത് കൃത്യമായി കാര്യങ്ങൾ എത്തിക്കുന്ന ആർക്കും പണമില്ലാത്തതിൻ്റെ പേരിൽ പഠനം ബ്രില്യൻറ്റിൽ നിന്ന് ഒരിക്കലും നിഷേധിക്കപ്പെടുകയില്ലെന്ന് ഞങ്ങൾ നിങ്ങൾക്ക് ഉറപ്പ് തരും. IIT എയിംസ് ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ നമ്മുടെ പ്രേക്ഷകർ നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ വീഡിയോസിൻ്റെ കമൻറ്റുകളിലൂടെ നമുക്ക് പറഞ്ഞിരുന്നു. അപ്പം അതിനെല്ലാം ഒരു ഉത്തരമാണ് നമ്മുടെ സാറ് ഇന്ന് നമുക്ക് നൽകിയത്. ഇതെല്ലാവർക്കും ഒരു ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇത്രയും ഇൻഫർമേഷൻസ് നമുക്ക് വേണ്ടി ഷെയർ ചെയ്ത ജൂനി സാറിനും ഒരു താങ്ക് യു സോ മച്ച്. താങ്ക് യു.